നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവാതിരപ്പുഴുക്ക്. ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകൾക്കിടയിൽ വളരെ വിശേഷപ്പെട്ട ഒരാഘോഷമാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തവർ നല്ല ഭർത്താവിനെ ലഭിക്കുവാനും കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ദീർഘസുമംഗലിയായിരിക്കുവാനും വേണ്ടി എടുക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം. തിരുവാതിര ദിവസം പ്രധാനമായും ഉണ്ടാക്കാറുള്ള വിഭവമായതുകൊണ്ടാണ് ഇതിനെ തിരുവാതിരപ്പുഴുക്ക് എന്ന് പറയുന്നത്. തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 8 തരം കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കായും വൻപയർ മുതിരയുമാണ് എടുത്തിട്ടുള്ളത്. വെട്ടിച്ചേമ്പ്, ചേന, ചെറുചേമ്പ്, കപ്പ, മധുരക്കിഴങ്ങ്, കൂർക്ക, കാച്ചില്, നനകിഴങ്ങ്, പിന്നെ പച്ചക്കായ, വൻപയറും മുതിരയും കൂടി വേവിച്ചതും. ഇതെല്ലാം 1/2 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത് 1/2 കപ്പ്, ജീരകമോ ജീരകപ്പൊടിയോ 1 ടീസ്പൂൺ, പച്ചമുളക് 1 വെളുത്തുള്ളി 2-3 അല്ലി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ വീതം, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം ആവശ്യത്തിന്. നമ്മളൊരു കലത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ആദ്യം കപ്പ ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് കപ്പ ഇടാം. കപ്പ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർക്കാം. നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. ഇതെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കഷ്ണങ്ങൾ വേകുമ്പോഴേക്കും നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മളിത് വിളക്കിന് മുമ്പിൽ നേദിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയും മുളകും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് തൂവാനുള്ള സാധ്യതയുണ്ട്. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് അധികമുള്ള വെള്ളം ഊറ്റിക്കളയാം. അധികം ഉണ്ടായിരുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നമുക്കിതിലേക്ക് ഇനി അരപ്പും കൂടി ചേർക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും മുതിരയും ചേർക്കാം. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായി ഇതൊന്ന് യോജിപ്പിക്കാം. തിരുവാതിരപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വ്രത ദിവസം ഗോതമ്പ് കഞ്ഞിക്കൊപ്പമോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്.